ഒരാളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനേക്കാൾ ക്രൂരമായ വ്യക്തിഹത്യയാണ് പരിഹാസത്തിലൂടെ നാം നിർവഹിക്കുന്നത്. ചെറിയൊരു തമാശയ്ക്കായി ഒരാളെ കളിയാക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ വലിയ തെറ്റൊന്നുമില്ല. പരിഹാസമേൽക്കുന്നയാൾ ആ തമാശ ഉൾക്കൊള്ളണമെന്ന് മാത്രം. അതുപോലെ തന്നെ ഒരാളെ നന്നാക്കിയെടുക്കണമെന്നുള്ള ക്രിയാത്മക സമീപനത്തോടെ നടത്തുന്ന പരിഹാസം ഗൗരവമായി കാണേണ്ടതില്ല. എന്നാൽ തമാശയുടെ മറവിൽ മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ പെരുപ്പിച്ച് അയാളെ അപമാനിക്കണമെന്ന ദുരുദ്ദേശത്തോടെ പഴിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് നീതിക്ക് നിരക്കുന്നതല്ല. അസൂയ നിറഞ്ഞ മനസ്സിലാണ് പരിഹാസം ജന്മമെടുക്കുന്നത്. തികഞ്ഞ പക്വതയോടെ മറ്റൊരാളെ ശത്രുവായി കണക്കാക്കി പെരുമാറുന്ന രീതിയാണ് പരിഹാസം. വാക്കുകൾ, ആംഗ്യങ്ങൾ, അക്ഷരം, ചിത്രം എന്നിവയിലൂടെ എല്ലാം നടത്താവുന്ന ഒന്നാണ് പരിഹാസമെന്ന ദുശീലം. അത് ഇരുഭാഗത്തും വ്യക്തിനാശത്തിനേ ഇട നൽകൂ. എങ്ങനെയെന്നാൽ പരിഹസിക്കുന്നവന്റെ മനസ്സ് വിഷലിപ്തമായി മൃഗീയതയിലേക്ക് അധപതിക്കുമ്പോൾ പരിഹാസമേൽക്കുന്നവന് മനോദുഃഖവും അപമാനഭാരവും ഉണ്ടാകുന്നു. മറ്റുള്ളവരെ അപമാനിക്കുവാനോ അവരുടെ വ്യക്തിത്വത്തിന് ക്ഷതമേൽപ്പിക്കുവാനോ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ പരിഹാസം എന്ന പ്രവണത നാം പാടെ ഉപേക്ഷിക്കണം. വിഡ്ഢികളുടെ ആദ്യത്തേതും അവസാനത്തേതുമായ വാദമാണ് പരിഹാസം. ഒന്നുകൂടെ പറയട്ടെ, വിഡ്ഢികളുടെ ആദ്യത്തെയും അവസാനത്തേതുമായ വാദമാണ് പരിഹാസം.